അവരുടെ ജീവിതമൊന്ന് മാതൃകയാക്കേണ്ടതില്ലേ? തഖ്വക്ക് ആവശ്യമായ നിസ്കാരങ്ങളും സുന്നത്തായ കർമ്മങ്ങളും ഒന്ന് ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതില്ലേ? മരണം വന്നു കഴിഞ്ഞാൽ തടുക്കാൻ കഴിയൂല. ഞാൻ തിരിച്ചു പോയിട്ട് നന്നായി ഒരു ജീവിതം നയിച്ചോളാം, മുസ്ലിമേ വകയില്ല കേട്ടോ. ഈമാനുള്ള മുസ്ലിമീങ്ങള് മരണത്തിന്റെ മുമ്പ് ഒരുങ്ങിക്കോ. മരണം എന്ന് പറയുന്നത് അവസാന വാക്കാണ്. അതിന്റെ ശേഷം പിന്നെ അമലില്ല. അൽയൗമ അമലും വലാ ഹിസാബ് വഗദൻ അതേ ഹിസാബും വലാ അമൽ. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അമലെടുക്കാനുള്ള ദിവസമാണ്. നാളത്തെ ദിവസം റബ്ബിനെ വിചാരണ ചെയ്യാനുള്ളതാണ്. നാളെ വിചാരണയാണ്, അമലെടുക്കാനുള്ള അവസരമില്ലെന്ന് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറഞ്ഞതുപോലെ ജീവിച്ചിരിക്കുന്ന സമയത്ത്, ആരോഗ്യമുള്ള സമയത്ത് ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ പതിവാക്കിക്കോ. നന്മകൾ ജീവിതത്തിൽ കൊണ്ടുവന്നോ, തിന്മകളിൽ നിന്ന് മാറി നിന്നു. വഫാത്തിന്റെ സമയമെടുത്തപ്പോ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ബഹുമാനപ്പെട്ട സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളടക്കമുള്ള സഹാബത്തിന്റെ തോളിൽ കൈവച്ചിട്ട് പള്ളിയിൽ ജമാഅത്തിന് പോയിട്ടുണ്ട്. ചെറുപ്പക്കാരാ, പരമാവധി പള്ളിയിൽ ജമാഅത്തിനെത്തിക്കോ. പരമാവധി പള്ളിയിൽ വെച്ച് ജമാഅത്തായി നിസ്കരിച്ചോ. പരമാവധി സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തിക്കോ. സുന്നത്ത് നിസ്കരിക്കാൻ നിങ്ങൾക്ക് കിബില വേണ്ടതില്ല. നിങ്ങൾ വണ്ടിയിലാണെങ്കിലും സുന്നത്ത് നിസ്കാരം കൈയൊഴിക്കണ്ട. യാത്രയിലാണെങ്കിലും സുന്നത്ത് നിസ്കാരം കൈയൊഴിക്കണ്ട. കാരണം സുന്നത്ത് നിസ്കരിക്കാൻ കിബിലയുടെ ആവശ്യമില്ല. കിബിലക്ക് മുന്നിൽ തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്, മറിച്ച് നിർബന്ധമില്ല. ഒരാൾക്ക് തീരെ സമയമില്ല, അയാൾ യാത്രക്കിടയിൽ നിസ്കരിച്ചതാണ്. സുന്നത്ത് നിസ്കരിക്കാൻ ബാക്കിയുണ്ട്, ട്രെയിനിൽ കയറിയിട്ട് നിസ്കരിച്ചോ. നിസ്കരിക്കാൻ പറ്റും കേട്ടോ. അതേ ഇടക്കൊന്ന് ഓർമ്മ വന്നപ്പോ പറഞ്ഞു എന്ന് മാത്രം. അത്ര സുന്നത്തുകൾ കൈയൊഴിക്കാത്ത ജീവിതം സമ്പാദിച്ചോ. അത് തന്നെയാണ് പ്രിയപ്പെട്ട മകളെ വഫാത്തിന്റെ സമയമെടുത്തപ്പോ മഹദി ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചാരത്തേക്ക് വിളിച്ച് അവസാനമായി ഉപദേശിച്ചത്, മോളെ സുന്നത്ത് ധാരാളം ജീവിതത്തിൽ കൊണ്ടുവരണം, ധാരാളം സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തണം. അതേ എന്റെ ശേഷം പെണ്ണിന്റെ കൂട്ടത്തിൽ, ഭാര്യമാരുടെ കൂട്ടത്തിൽ, എന്റെ പെൺകുട്ടികളെ കൂട്ടത്തിലായി അടുത്തത് എന്റെ അടുക്കലേക്ക് ആദ്യമായി ഖബറിലേക്ക് വരാനുള്ളത് ഫാത്തിമ നീയാ. അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ വിളിച്ചിട്ട് പറയുന്നു, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തിന്റെ ശേഷം 40 ചില്ലാനം ജീവിച്ച മഹദിയല്ലേ, 40 വർഷത്തിലേറെ ജീവിച്ച മഹദിയല്ലേ. ആ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഓ ആയിഷ, മരണത്തിന്റെ വേദന ചെറുതല്ല. മരണത്തിന് വേണ്ടി ഒരുങ്ങണേ ആയിഷ. ആരോടാ പറയുന്നത് മുസ്ലിമേ? ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മഹദി ബീവി ആയിഷ, ഉമ്മുൽ മുഅ്മിനീൻ മഹദി ബീവി ആയിഷ റളിയല്ലാഹു അൻഹ അടക്കമുള്ള ഭാര്യമാരോട് റസൂലുള്ളാഹിന്റെ വാക്കാണ്. അവസാനമായി പറഞ്ഞ വാക്കാണ്. മുസ്ലിമേ, ജീവിതം തഖ്വ കൊണ്ട് ധന്യമാക്കണം, സുന്നത്ത് നിസ്കാരങ്ങൾ കൊണ്ട് ധന്യമാകണം, സുന്നത്ത് നോമ്പുകൾ കൊണ്ട് ധന്യമാകണം, സൽക്കർമ്മങ്ങൾ കൊണ്ട് ധന്യമാകണം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. റബ്ബേ, ഞങ്ങൾ നിന്റെ പാപികളായ അടിമകളാണ്. ഞങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ രഹസ്യമായോ പരസ്യമായോ എന്ത് തെറ്റ് പറ്റിയോ നീ പുറത്തു കൊടുക്കുന്ന രാജാവാ. നീ ഞങ്ങൾക്ക് മാപ്പ് തരണം റഹ്മാനേ. നീ ഞങ്ങൾക്ക് പൊറുക്കണം റഹ്മാനേ. നിന്റെ മഗ്ഫിറത്ത് ലഭിക്കുന്ന സാലിഹീകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണം റഹ്മാനേ.
സൈനുല്ലാബിദീൻ തങ്ങളെ തഖ്വ ഞങ്ങളെ കയ്യിലില്ല. അവിടത്തെ പോലെ കയവം പിടിച്ച് കരയാനുള്ള ഈമാൻ ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഈമാൻ കുറഞ്ഞവരാണ്. പക്ഷേ ഞങ്ങൾ അവരെയൊക്കെ സ്നേഹിക്കുന്നവരാണ്. അവരെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കണം റഹ്മാനേ. ഞങ്ങളെ ഉമ്മ ബാപ്പമാര് മക്കള് കുടുംബങ്ങള് സ്നേഹിക്കുന്നവരെ നീ നന്നാക്കണം റഹ്മാനേ. ഞങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ രഹസ്യമായോ പരസ്യമായോ ചെറുതോ വലുതോ ആയ തെറ്റുകൾ സംഭവിച്ചു എങ്കിൽ നീ അർഹമുർ റഹീമീനാണ്. ഖാറൂനിന്റെ ചിന്ത നീ ഞങ്ങൾക്ക് തരരുത് റഹ്മാനേ. ഖാറൂനിന്റെ അഹങ്കാരം തരരുത് റഹ്മാനേ. ഞങ്ങൾ പാവപ്പെട്ട അടിമകളാണ്. നീ ഞങ്ങൾക്ക് പൊറുക്കണം റഹ്മാനേ. കാണാൻ നല്ല തലപ്പാവുണ്ട്, നല്ല വസ്ത്രമുണ്ട്, നല്ല വേഷവിധാനമുണ്ട്, മനസ്സിൽ തഖ്വയില്ല. അത്തരം ധിക്കാരികളിൽ ഞങ്ങൾ നീ പെടുത്തരുത് റഹ്മാനേ. ഞങ്ങൾക്ക് തഖ്വനേറ്റിത്തരണം റഹ്മാനേ. ഈമാനിനേറ്റിത്തരണം റഹ്മാനേ. തെറ്റിന്റെ സാഹചര്യങ്ങൾ തന്ന് പരീക്ഷിക്കരുത് റഹ്മാനേ. അംബിയാ മുർസലീങ്ങളെ ഈമാൻ ഞങ്ങൾക്കില്ല. അതേ സ്വാലിഹീങ്ങളെ ഈമാൻ ഞങ്ങൾക്കില്ല. നീ ഞങ്ങളെ ദുനിയാവിലും ആഖിറത്തിലും പരീക്ഷിക്കരുത് റഹ്മാനേ. ഞങ്ങൾ ഈമാൻ കുറഞ്ഞ അടിമകളാണ്. പക്ഷേ ഞങ്ങളെ സ്വാലിഹീങ്ങളായ മുൻഗാമികളെ സ്നേഹിക്കുന്നവരാണ്. അവരെ ബഹുമാനം പറയുന്നവരാണ്. അവരെ മദ്ഹ് പറയുന്ന സദസ്സിൽ ഒരുമിച്ച് കൂടുന്നവരാണ്. അതിനെ ഇഷ്ടപ്പെടുന്നവരാണ്. അവരെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ നന്നാക്കണം റഹ്മാനേ. ഞങ്ങളെ മക്കളെ നന്നാക്കണം റഹ്മാനേ. ഭാര്യമാരെ നന്നാക്കണം റഹ്മാനേ. ഉമ്മ ബാപ്പമാര് കുടുംബങ്ങള് സ്നേഹിക്കുന്നവര് കൊണ്ട് വസിയത്ത് ചെയ്തവര് പങ്കെടുത്തവര് ആരൊക്കെ എവിടെയൊക്കെയുണ്ടോ ഞങ്ങളെയും അവരെയും നീ മാപ്പ് തന്നനുഗ്രഹിക്കണം റഹ്മാന്. ക്യാൻസർ ആയിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. കിഡ്നി നഷ്ടപ്പെട്ട് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അതേ 4-5 മാസം പ്രായമുള്ള കുട്ടിക്ക് എന്താണ് രോഗമെന്നറിയില്ല. ഡോക്ടർമാര് ജീവിക്കില്ലെന്ന് വിധി എഴുതിയിരിക്കുന്നു. അതേ സിറാജുൽ ഹുദയിൽ വന്ന് സംഭാവന തന്ന് ദുആ ചെയ്യാൻ പറഞ്ഞവരെ നിനക്കറിയാം. നീ ആ കുട്ടിക്ക് ആരോഗ്യം കൊടുക്കണം റഹ്മാന്. ആ കുടുംബത്തിന് സന്തോഷം കൊടുക്കണം റഹ്മാന്. ഇവിടെ വന്നപ്പോഴും നിന്റെ ദീനിന്റെ സ്ഥാപനം സഹായിച്ച് നേർച്ച തന്ന് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. കയ്യിൽ പിടിച്ചവരുണ്ട്, മനസ്സിൽ കരുതിയവരുണ്ട്. ആര് നിന്റെ ദീനിനെ സഹായിച്ച് പ്രശ്നങ്ങൾ പറഞ്ഞവരുണ്ടോ, വിഷമങ്ങൾ പറഞ്ഞവരുണ്ടോ? ഞങ്ങൾക്ക് അവരെ വിഷമം നീക്കിക്കൊടുക്കാൻ കഴിയൂല, പ്രയാസം നീക്കിക്കൊടുക്കാൻ കഴിയൂല. എല്ലാ പ്രശ്നവും നീക്കിക്കൊടുക്കാൻ കഴിയുന്നവനും എല്ലാ പ്രശ്നങ്ങളും നീക്കിയിട്ട് സന്തോഷം കൊടുക്കാൻ കഴിയുന്നവനും രോഗങ്ങൾ മാറ്റാൻ കഴിയുന്നവനും നീ മാത്രമാണ്. നീ അവരെ പ്രശ്നങ്ങളൊക്കെ ഹൈറായ നിനക്ക് പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. വിഷമങ്ങൾ നീക്കിക്കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്കും അവർക്കും നിന്റെ ത്വാഴത്തിലായുള്ള ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാ. പെട്ടെന്നുള്ള മരണം തരരുത് റഹ്മാന്. പെട്ടെന്നുള്ള മരണം തരരുത് റഹ്മാന്. കറിമുറിക്കുന്ന രോഗങ്ങളൊന്നും തന്നേക്കരുത് റഹ്മാന്. റോഡിൽ കടന്ന് ആക്സിഡന്റിൽ പെട്ട് പടഞ്ഞു മരിക്കുന്ന ഗതികേട് തരരുത് റഹ്മാന്. മരിക്കുന്ന സമയത്ത് കാമില ഈമാനോടുകൂടെയുള്ള മരണം തരണം റഹ്മാന്. ഞങ്ങളെയും എവിടെയോ ഒരു മണ്ണ് കാത്തിരിക്കുന്നുണ്ട്. ഞങ്ങളെ ഉമ്മാമ്മമാര് ഉപ്പാപ്പമാര് ഞങ്ങൾ ഖബറിൽ വെച്ചിട്ടുണ്ട്. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എന്റെ ഉപ്പാപ്പയുടെ ബാപ്പയെ ഖബറിൽ വെച്ചത് ഞാൻ ഓർക്കുകയാണ്. അന്ന് ഖബറിൽ വെച്ചപ്പോൾ ആ ഖബർ കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്. 4 കൊല്ലങ്ങൾക്ക് മുമ്പ് എന്റെ പ്രിയപ്പെട്ട പിതാവ് റബ്ബേ നീ ദീർഘായുസ്സും ആഫിയത്തും ഏറ്റി കൊടുക്കണം റഹ്മാനെ. അവിടുത്തെ മാതാവിന്റെ ഖബർ അതേ വെച്ചത് ആ ഖബറിന്റെ ഉള്ളിൽ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ പിന്നെ ഞാൻ അവരെ ഖബർ കണ്ടിട്ടില്ല. എനിക്ക് നോക്കാൻ അവസരമില്ല. അവരെ ഖബറിന്റെ ഉള്ളിൽ കാണാനുള്ള കഴിവെനിക്കില്ല. അതിനുള്ള ശക്തിയില്ല. അതിനുള്ള കാഴ്ച എന്റെ കണ്ണിന് നീ തന്നിട്ടില്ല. അതുപോലെ ഞങ്ങളെയും
ഏതോ ഒരു മണ്ണ് എവിടെയോ 6 അടി മണ്ണ് കാത്തിരിക്കുന്നുണ്ട്. റബ്ബേ, നിന്റെ ഹബീബ് കിടക്കുന്ന മദീനത്തെ മണ്ണിൽ ജന്നത്തുൽ ബഖീലടങ്ങാൻ അവസരം തരണം റഹ്മാന്. മദീനയിൽ കിടന്ന് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ച സദേ ദുനിയാവിലെ സ്വർഗ്ഗം മാ ബൈന ഖബ്രി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്നാ. ഹബീബിന് നീ ദുനിയാവിൽ തന്നെ കൊടുത്ത സ്വർഗം, ആ സ്വർഗത്തിലേക്ക് നോക്കി ജന്നത്തുൽ ബഖീൽ ഹബീബിനെ നോക്കിയിട്ട് അവിടുത്തെ സ്വഹാബത്തിന്റെ കൂടെ സാലിഹീങ്ങളെ കൂടെ മറവിട്ട് കിടക്കാനുള്ള അവസരം തരണം റഹ്മാനേ. നീ ഞങ്ങൾക്കത് കണക്കാക്കിയില്ലെങ്കിൽ കണക്കാക്കുന്ന മണ്ണ് ഖൈറായ മണ്ണാക്കണം റഹ്മാനേ. സ്വർഗമാക്കി തരണം റഹ്മാനേ. ഞങ്ങളെയോ ഞങ്ങളെ വിട്ടു പിരിഞ്ഞു പോയവരെയോ ഖബർ നീ നരകക്കൂടാക്കരുത് റഹ്മാനേ. നിന്റെ നരകം ഒരു മൈക്രോ സെക്കൻഡ് പോലും താങ്ങാനുള്ള ശേഷി ഞങ്ങൾക്കില്ല. നീ ഞങ്ങളെ ശിക്ഷിക്കരുത് റഹ്മാന്. നിന്റെ റഹ്മത്ത് ചൊരിഞ്ഞ് നീ ഞങ്ങളെ അനുഗ്രഹിക്കണം റഹ്മാന്. ഈ സദസ്സിൽ ഞങ്ങൾക്ക് ദുആ ചെയ്തു തന്നനുഗ്രഹിച്ച തങ്ങളവറുകളടക്കമുള്ള സർവ്വ സാദാത്യങ്ങൾക്കും ഞങ്ങളെ ശൈഖുന ഉസ്താദവറുകൾക്കും ഈ പാവപ്പെട്ടവന്റെ വന്യ പിതാവറുകൾക്കും ഞങ്ങളെ സർവ്വ ഉസ്താദുമാർക്കും ഞങ്ങളെ സർവ്വ ആലിമീങ്ങൾക്കും നീ ദീർഘായുസും ആഫിയത്തും ഏറ്റിക്കൊടുക്കണം റഹ്മാനേ. അവരെ തണലിലായി നിന്റെ ദീനിന് ചെറിയ ഖിദ്മത്തെടുക്കാൻ ആവശ്യമായ ഇൽമും തഖ്വയും ഈമാനും സർവ്വതും നീ ഏറ്റിത്തരണം റഹ്മാനേ. പഠിച്ചതനുസരിച്ച് ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് ഏറ്റിത്തരണം റഹ്മാനേ. നീ ഞങ്ങളെ ദുആക്ക് പലപ്പോഴും ഇജാബത്ത് തന്ന റബ്ബാൻ. ചോദിച്ചതൊക്കെയും നീ പലപ്പോഴായി ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ചോദിക്കാതെ തന്നെ പലതും നീ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് നന്ദി ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നീ നന്ദിയുള്ള അടിമകളെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണം റഹ്മാനേ. നന്ദിയുള്ള അടിമകളെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണം റഹ്മാനേ. നന്ദിയില്ലാത്തവരാക്കി നീ ഞങ്ങളെ അതപ്പതിപ്പിക്കരുത് റഹ്മാനേ. നിന്റെ നിഅമത്തിന് നന്ദി എന്ന അടിമകളിൽ പെടുത്തണം റഹ്മാനേ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ മറ്റൊരാളെ മുന്നിൽ കൈ നീട്ടാതെ ഇസ്സത്തുള്ള ജീവിതം ദുനിയാവിലും ആഖിറത്തിലും തരണം റഹ്മാനേ. അവസാനം ഞങ്ങളെ ഹബീബ് സയ്യിദുൽ വജൂദ് ഖാതിമുൽ അംബിയാ ഷഫീഉൽ മുദ്നിബീൻ അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട് സ്വർഗം കണ്ട് മരിക്കുന്ന സ്വാലിഹീങ്ങളിൽ പെടുത്തണം റഹ്മാനേ. സ്വർഗത്തിൽ അവിടത്തേക്ക് ഖിദ്മത്ത് ചെയ്യാൻ അവസരം തരണം റഹ്മാനേ. എല്ലാറ്റിലുമുപരി എല്ലാം തന്ന രാജാവായ നിന്നെ ഞങ്ങളെ ഹബീബും അവിടുത്തെ സഹാബത്തും അതുപോലെ സർവ്വ അംബിയാ മുർസലീങ്ങളും സ്വർഗത്തിൽ വെച്ച് 14-ാം രാവിൽ ഉദിച്ച ചന്ദ്രനെ പോലെ കാണുന്നൊരു സമയമുണ്ടെന്ന് നിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി എല്ലാം തന്ന രാജാവായ നിന്നെ കാണാനും മഹാന്മാരോടൊപ്പം സന്തോഷിക്കാനുമുള്ള അവസരം നീ ഞങ്ങൾക്ക് തരണം റഹ്മാനേ. ആ സമയം ഫിർഔനിന്റെ കൂടെ ഞങ്ങൾ പറഞ്ഞ ഖാറൂനിന്റെ കൂടെ ധിക്കാരികളെ കൂടെ നരകത്തിൽ കിടക്കുന്ന ഗതികേട് തരരുത് റഹ്മാനേ. മാറാ രോഗങ്ങൾ തന്ന് പരീക്ഷിക്കരുത് റഹ്മാനേ. ഞങ്ങളെ സദസ്സിൽ വന്ന മുഅ്മിനീങ്ങളിലോ ഞങ്ങളിലോ ഞങ്ങളോട് ദുആ കൊണ്ട്
കൊണ്ട് വസിയത്ത് ചെയ്തവരിലോ എന്ത് രോഗമുണ്ടോ ഞങ്ങൾക്കറിയില്ലെങ്കിലും നിനക്കറിയാം. ഞങ്ങൾ അറിയാതെ തന്നെ ഞങ്ങളുടെ ശരീരത്തിൽ എന്ത് രോഗമുണ്ടോ, ഞങ്ങളെ ഉമ്മ പാപ്പമാര് കുടുംബങ്ങൾ സ്നേഹിക്കുന്നവർ വയലിന്റെ സോസിൽ പങ്കെടുത്ത മൂമിനികളും മൂമിനാത്തുകളിൽ എന്ത് രോഗമുണ്ടോ നീ ശിഫ നൽകണം റഹ്മാന്. നീ ആരോഗ്യം തരണം റഹ്മാന്. നീ ആരോഗ്യം തരണം റഹ്മാന്. നിന്റെ ത്വാഅത്തിലായുള്ള ദീർഘായുസ് തരണം റഹ്മാന്. ഈ സദസ്സിലേക്ക് വരുമ്പോ ഞാൻ സന്ദർശിച്ചു അബ്ദു എന്ന ചെറുപ്പക്കാരന്. റബ്ബേ ആ ചെറുപ്പക്കാരന് പകരം നീ സ്വർഗം കൊടുക്കണം റഹ്മാനേ. അതുപോലെ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്, മുഅ്മിനാത്തുകളുണ്ട്. എല്ലാവർക്കും കിട്ടേണ്ടത് അവസാനത്തെ വിജയമാണ്. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. ആ വിജയം കിട്ടുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തണം റഹ്മാന്. അതിനാവശ്യമായ സർവ്വതും നീ ഞങ്ങളിൽ തരണം റഹ്മാന്. നല്ല സ്വഭാവം തരണം റഹ്മാന്. കിബർ തരല്ലേ അല്ലാഹ്, റിയാഅ് തരല്ലേ അല്ലാഹ്, ഹാസിദീങ്ങളിൽ പെടുത്തല്ലേ അല്ലാഹ്, ഉജ്ബ് തരല്ലേ അല്ലാഹ്, റിയാഅ് തരല്ലേ അല്ലാഹ്. ഞങ്ങളെ പ്രസംഗങ്ങളും ഞങ്ങളെ മറ്റു അമലുകളും ഒന്നും ജനങ്ങളെ കാണിക്കാനുള്ളതാക്കരുതേ അല്ലാഹ്. നല്ല നീയത്ത് നീ ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. ഞങ്ങളെ സദഖകളും നേർച്ചകളും സംഭാവനകളും വഅലിന്റെ സദസ്സിൽ പോകലും വരലും ഒരുമിച്ച് കൂടലും എല്ലാം ഞങ്ങൾക്ക് വലിയ സൽക്കർമ്മമായി നീ കബൂൽ ചെയ്യണം റഹ്മാന്. പോരായ്മകൾ പരിഹരിച്ച് കബൂലാക്കണം റഹ്മാന്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ وترحمنا لنكونن من الخاسرين واغفر لنا يا غافر المذنبين واغفر لنا يا غافر المذنبين واغفر لنا يا غافر المذنبين آمين آمين برحمتك يا أرحم الراحمين. ഈമാനുള്ള മുഅ്മിനീങ്ങളെ ഒക്കെ സ്വലാത്തിൽ എന്ന സമയത്ത് നല്ല സഹായം സംഘാടകർക്ക് കൊടുക്കണം. അല്ലാഹു തആല ജീവിച്ചിരിക്കുന്ന കാലത്തോളം ദീനിനെ സഹായിച്ച് ദീനിനെ ഖിദ്മത്ത് ചെയ്ത് ജീവിക്കാനും മരിക്കാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും ഏറ്റുതരുമാറാകട്ടെ. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ വഅദ് പറഞ്ഞ് നിങ്ങളെ നന്നാക്കാൻ വേണ്ടി വന്നതല്ല, അതിന് ഞാൻ നല്ലവനല്ല. നിങ്ങളൊക്കെ ഞാനൊന്ന് നന്നാകാൻ ദുആർക്കണം. അല്ലാഹു നമ്മളെല്ലാവരെയും നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മളെല്ലാവരെയും പരലോകത്ത് വിജയം കൈവരിക്കുന്ന സാലിഹീങ്ങളുടെ കൂട്ടത്തിൽപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം സംഘാടകർക്ക് സ്വലാത്ത് എന്ന സമയത്ത് നിങ്ങളൊക്കെ തരണം. അല്ലാഹു തആല നല്ലതിയാണ് തൗഫീഖ് തരട്ടെ. നിങ്ങളുടെ പ്രവർത്തനങ്ങളും വാക്കുകളൊക്കെ അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. പ്രസംഗത്തിലോ അല്ലാതെയോ ഇഷ്ടപ്പെടാത്ത വാക്കുകളോ പ്രവർത്തനങ്ങളോ വന്നുപോയെങ്കിൽ ഞാനൊരു മുതഅല്ലിമാണ്, നിങ്ങളൊക്കെ എനിക്ക് പൊരുത്തപ്പെട്ട് തരണം. അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് ലഭിക്കുന്നവന്റെ പൊരുത്തം ലഭിക്കുന്ന സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ചൊല്ലണം സ്വലാത്ത്. സ്വലാത്തിൽ എന്ന സമയത്ത് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം നിങ്ങളൊക്കെ തരണം. നേരത്തെ തന്നെ സംഭാവന കൊടുത്ത് പോയവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു തആല ദുനിയാവിലും ആഖിറത്തിലും പകരം കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് وسلم صلى الله على محمد صلى الله عليه 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 وسلم. സംഘാടകർ 1000 രൂപ വാങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞു തോന്നല്ലേ? 1000 രൂപ വെച്ച് വാങ്ങിക്കോട്ടുകണമെന്ന് പറഞ്ഞു. 1000 ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല. ചോദിക്കാതെ തന്നെ നിങ്ങൾ കൊടുത്താൽ അല്ലാഹു തരൂ. ഞാൻ ചോദിക്കണമെന്നില്ലല്ലോ. അള്ളാഹുവിന്റെ വചനം കരുതി 1000 500 ഒക്കെ കയ്യിൽ തന്നാൽ അള്ളാഹു പകരം തരും. എനിക്കൊന്നും പകരം തരാൻ കഴിയൂല. അള്ളാഹു കൊടുക്കാൻ കഴിയുന്ന റബ്ബാണ്. അള്ളാഹു എല്ലാവർക്കും പകരം തരട്ടെ. കൊടുത്തതിനല്ല അള്ളാഹു തആല ദുനിയാവിലും ആഖിറത്തിലും പകരം തരട്ടെ. നമ്മുടെ ദുആകളിലൊന്നും ഈ മുതഅല്ലിമിനെ മറന്നു പോകരുത്. എല്ലാവരും ചൊല്ലിക്കോ സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ്